എൻ്റെ കയ്യിൽ നിന്ന് BJP-യുടെ ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നിട്ടില്ലെന്ന്. ഇതേ അതിൻ്റെ കോപ്പി. ടെറർ BJP-യുടെ തീപ്പൊരി നേതാവും സ്ഥാനാർത്ഥിയും എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചതിൻ്റെ അക്കൗണ്ട് വഴി. അന്ന് ഞാൻ 2014 അക്കൗണ്ട് ഹോൾഡർ പേര് നോക്കിയാൽ കാണാമല്ലോ. വായിക്കാൻ പറ്റി, വായിച്ചു നോക്കിക്കോളൂ. ശോഭ സുരേന്ദ്രന്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആ സംശയം എന്താ? നിഷേധിച്ചെടുത്ത് കൊടുക്കാം. 2014 എനിക്ക് ക്യാഷ് കൊടുത്തു പോയി. കാരണം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. കാരണം ആ കാലഘട്ടത്തിൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്നതിന് നിയന്ത്രണമില്ല. ഇപ്പം നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഞാൻ അക്കൗണ്ട് വഴി കൊടുത്തേക്കണം. രണ്ടാമത് ഡീൽ ചെയ്തപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തെളിവിലേക്ക് പോകണല്ലേ. എനിക്കെതിരെ പരാതി വന്ന അന്വേഷണം തുടങ്ങും. ഇലക്ഷൻ കമ്മീഷൻ പരാതി വന്നിട്ട് നോട്ടീസ് ആയിട്ടുണ്ട്. ഏരോ പത്തനംതിട്ടയിലുള്ള ആരോ ഞാൻ ഇയാളെ മനഃപൂർവ്വം കോൺഗ്രസിന് വേണ്ടി അപമാനിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് പത്തനംതിട്ട ജില്ലാ കളക്ടർ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തതിൻ്റെ കോപ്പി. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഏത് ഇന്ത്യ അധികാരത്തിൽ വന്നാലും NDA അധികാരത്തിൽ വന്നാലും ഞാൻ ഉന്നയിച്ചേക്കുന്ന ആരോപണങ്ങൾ 100% എൻ്റെ പേരിൽ അന്വേഷണ വിധേയമാവും. ഒരു സംശയവും വേണ്ട. അന്വേഷണം നടത്തി. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം അനിൽ ആന്റണി എനിക്കെതിരെ പരാതിയായിട്ട് ഇറങ്ങും. ഡൽഹിയിൽ കേസ് വരും. ജൂലൈ 2 മുമ്പ് വരുമെന്ന് എനിക്കറിയാം. അവരുടെ തൃശ്ശൂരുള്ളൊരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ് തന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ അബദ്ധം പറ്റാണ്ടിരിക്കാൻ SBIയുടെ പാർലമെന്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിൽ നിന്നാണ് ആ പൈസ അയച്ചു കൊടുത്തത്. എൻ്റെ ചെക്ക് വഴി ബ്രാഞ്ച്. അതിനകത്ത് സീൽ നോക്കി അറിയാമല്ലോ. ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് ഉണ്ട് SBIയുടെ മെയിൻ ബ്രാഞ്ച്. പണം എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ഈ പ്രോപ്പർട്ടി കാണാൻ ചെന്നപ്പോൾ മറ്റ് 2 പേർക്കും ഇതുപോലെ തന്നെ പണം കൊടുത്ത് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് തന്ന്. ഞാൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് കടം തരും. നമ്മൾ കടം തന്നെ പണിയില്ല. ഞാൻ ഒരു ബാങ്കല്ല. പകരം എൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട് എൻ്റെ പേരിലിരിക്കുന്നത്. ആ പ്രോപ്പർട്ടി പകരം എടുക്കാൻ പറഞ്ഞു. ശരി, അതിന് അഡ്വാൻസ് എന്ന നിലയ്ക്ക് അക്കൗണ്ട് വഴി ജനുവരി 4, 2023 അല്ലേ? നോക്കിയേ, 23 ആദ്യത്തിലല്ലേ? ജനുവരി 4-ാം തീയതി ജനുവരി 4/1/23 പണം കൊടുത്തു. പണം കൊടുത്തത് ആ 4/1/23 ഞാൻ പണം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ആ പ്രോപ്പർട്ടി എന്ത് വിലയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള വില ശ്രദ്ധിക്കണ്ട. എഗ്രിമെന്റ് ഒന്നും വച്ചിട്ടല്ല കൊടുത്തത്. എഗ്രിമെന്റ് ഒന്നും വച്ചിട്ടല്ല. പ്രോപ്പർട്ടിയുടെ എല്ലാ ഡോക്യുമെന്റും എനിക്ക് തന്നു. അങ്ങനെ തന്നിട്ട് ഞാൻ ആ ഭൂമി കാണാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റ് 2 പേര് ഇതേപോലെ തന്നെ ഈ ഭൂമി കൊടുക്കാമെന്നുള്ള നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട്. ഞാൻ അന്ന് തൊട്ട് പലതവണ എൻ്റെ പണം തിരിച്ചു തരാൻ പറഞ്ഞു. തരാമെന്ന് പറയല്ലാതെ പിന്നെ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ആദ്യം പേര് വെളിപ്പെടുത്താൻ ശ്രമിക്കാത്തവരും ഞാൻ വിചാരിച്ചു എന്നോട് വിളിച്ച് എൻ്റെ പണം തിരിച്ചു തരുന്നു. പക്ഷെ ഇന്നേ വരെ, ഈ നിമിഷം വരെ ഒരു മറുപടിയില്ല. ഇതാണ് ഈ ഭരണകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കച്ചവടങ്ങൾ. എന്നെ ഡയറക്റ്റ് വിളിച്ച് ശോഭാ സുരേന്ദ്രൻ ബന്ധപ്പെടാൻ, ഞങ്ങൾ തമ്മിൽ എന്നെ ബന്ധപ്പെടാൻ ഇപ്പം നിങ്ങളൊക്കെ എന്നെ ബന്ധപ്പെട്ടത് ആരെങ്കിലും പറഞ്ഞിട്ടാണ്? നേരിട്ടല്ല എൻ്റെ നമ്പർ തപ്പി എടുത്ത് വിളിക്കുന്നത്. അതുപോലെ എന്നെ വിളിച്ചു, കാണണം എന്ന് പറഞ്ഞു. എൻ്റെ മദറിൻ്റെ 81 ബർത്ത്ഡേക്കും ശോഭാ സുരേന്ദ്രൻ പങ്കാളിയായിരുന്നു. ഞങ്ങൾ നല്ല റിലേഷനാണ്. ഞാൻ ഈ 2 സ്ഥാനാർത്ഥിക്കും എതിരായിട്ട് പറയുന്ന ഒരു ഇലക്ഷൻ പ്രചരണമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. കഴിഞ്ഞ ദിവസം ഉമാ തോമസ് പറഞ്ഞു എനിക്ക് കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ടെന്ന്. PT തോമസുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. ഈ 26-ാം തീയതി പോളിംഗ് ദിവസമാണ്. ഈ 26-ാം തീയതി ഞാൻ സ്ഥലത്ത് പോലും ഇല്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോലും പോണില്ല. കാരണം ഞാൻ സ്ഥലത്തില്ല. അപ്പം ഞാനൊരു പാർട്ടിയുടെ ആളല്ല. ഞാൻ നിർത്തിയേക്കണ കാൻഡിഡേറ്റുകളല്ല. പക്ഷെ ഞാൻ ഈ ആരോപണം പറയാനിടയായത് ഇവരൊന്നും ശുദ്ധഗതിക്കാരല്ല. കളങ്കിതനാണ് ഞാൻ, ദല്ലാളാണ് ഞാൻ കുഴപ്പക്കാരനാണെന്ന് പറയുന്ന
ഈ സമൂഹത്തിലുള്ള ഇത്തരം ആളുകളാണ് കുഴപ്പക്കാര്. പിന്നെ ഇത് ഞാൻ അയച്ച വക്കീൽ നോട്ടീസ് കുന്നുമ്മൽ സുരേന്ദ്രനും നമ്മുടെ അനിൽ ആന്റണിക്കും. ഇത് ഞാൻ ക്രിമിനലായിട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള സമയപരിധി ആവുള്ളൂ. അതിനകത്ത് കുന്നുമ്മൽ സുരേന്ദ്രൻ റിസീവ് ചെയ്ത് അനിൽ ആന്റണിയുടെ ഇന്നലെ വരെ പോസ്റ്റ് ഓഫീസിൽ റിക്വസ്റ്റ് ബേസ് ഹോൾഡിംഗ് ആയിരുന്നു. ഈ നോട്ടീസ് ഞാൻ കാട്ടുകള്ളനാണെന്നും കുന്നുമ്മൽ സുരേന്ദ്രൻ, അതായത് അനിൽ ആന്റണി പറഞ്ഞ് ഞാൻ ക്രിമിനലാണ്, വിഗ്രഹമോഷ്ടാവാണ്. അത് തന്നെ കുന്നുമ്മൽ സുരേന്ദ്രൻ റിപ്പീറ്റ് ചെയ്ത്. മനസ്സിലായ? അപ്പോൾ അവർ പ്രൂവ് ചെയ്യണമല്ലോ ഞാൻ ഇതിലുണ്ട്. എൻ്റെ പേരിൽ FIR ഇല്ല. FIR ഉള്ളത് ഞാനിപ്പോൾ കാണിച്ചു തന്നെ. ആകെ അത് കേസിൻ്റെ വലിപ്പച്ചെറുപ്പമല്ല ഞാൻ കാണിച്ചത്. എൻ്റെ പേരിലൊരു FIR ഇപ്പോൾ കേരളത്തിൽ ഇല്ല. എൻ്റെ പേരിൽ ഒരു അന്വേഷണം CBI നടത്തിയത് ഞാൻ കഴിഞ്ഞവണേയും പറഞ്ഞു. ആ അന്വേഷണം ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിട്ട് പ്രൊട്ടസ്റ്റ് കംപ്ലയിൻറ്റ് ജോമോൻ അദ്ദേഹം കൊടുത്തത് മാത്രം തിരുവനന്തപുരം CJM പെൻഡിംഗ് ആണ്.